ചേന്ദമംഗലം കൂട്ടക്കൊലപാതക കേസിൽ പ്രതി ഋതുവിന് മാനസികാരോഗ്യ പ്രശ്നങ്ങളില്ലെന്ന് മുനമ്പം ഡിവൈഎസ്പി. കൊലപാതക സമയത്ത് പ്രതി ലഹരി ഉപയോഗിച്ചിരുന്നില്ല. കൊല്ലപ്പെട്ട വേണുവിന്റെ കുടുംബത്തിന് പണി കൊടുക്കണമെന്ന് ഋതു സുഹൃത്തുക്കളോട് പലതവണ പറഞ്ഞിരുന്നതായും പ്രതിക്ക് ഇപ്പോഴും കുറ്റബോധമില്ല എന്നും ഡിവൈഎസ്പി എസ് ജയകൃഷ്ണൻ പറഞ്ഞു. ഈ പ്രതിയെ കൃത്യസ്ഥലത്ത് കണ്ടിട്ടുള്ള ആളുകളുണ്ട്. നിലവിൽ ഇയാൾ മാത്രമേ പ്രതിയായിട്ട് പോലീസിന് അന്വേഷണത്തിൽ മനസ്സിലായിട്ടുള്ളൂ. പക്ഷേ ഈ കൃത്യത്തെ സംബന്ധിച്ച് ഇവരെ ഉപദ്രവിക്കണമെന്നുള്ള ഒരു പ്ലാനിങ് അല്ലെങ്കിൽ ഒരു മനസ്സിലൊരു താല്പര്യം അയാൾക്ക് ഉണ്ടായിരുന്നു. അത് നമുക്ക് ചില സാക്ഷിമൊഴികളിൽ നിന്ന് വെളിവായിട്ടുണ്ട്. അല്ലല്ല, ഇത് ഈ ഇരു വീട്ടുകാരും തമ്മിൽ ഏകദേശം 3 വർഷമായിട്ടുള്ള വിഷയങ്ങളുണ്ട്. അവർ തമ്മിൽ പരസ്പരം പല സമയത്തും തർക്കങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. അത് ഓരോരോ സമയത്തും അത് കൂടുതലായിട്ട് വഷളാവാതെ മുന്നോട്ട് പോയി എന്നേ ഉള്ളൂ. ഇവരെ അപായപ്പെടുത്തുന്നതിന് വേണ്ടി തനിക്ക് ഉദ്ദേശമുണ്ട് എന്നുള്ള കാര്യം 1-2 പേരോട് വെളിപ്പെടുത്തിയിരുന്നു. അതിന് നമുക്ക് അത്തരം സാക്ഷികളെ നമുക്ക് ചോദ്യം ചെയ്യാനും അവരുടെ മൊഴി രേഖപ്പെടുത്താനും സാധിച്ചിട്ടുണ്ട്. ഋതു കൃത്യം നടത്തുന്ന ദിവസം യാതൊരുവിധ ലഹരി പദാർത്ഥങ്ങളും ഉപയോഗിച്ചിട്ടുണ്ടായില്ല. അന്ന് അദ്ദേഹത്തിൻ്റെ ബ്ലഡും അതുപോലെ തന്നെ യൂറിൻ സാമ്പിൾസും കളക്ട് ചെയ്ത് നമ്മൾ പരിശോധന നടത്തിയിട്ടുണ്ട്. പിന്നെ കൂടാതെ അയാളുടെ മാനസികാരോഗ്യത്തെ സംബന്ധിച്ചിട്ടുള്ള പരിശോധന നടത്തിയിട്ടുണ്ട്. അതിനെ സംബന്ധിച്ച് അയാൾക്ക് മാനസികാരോഗ്യ പ്രശ്നങ്ങളൊന്നും നിലവിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. മാനസിക രോഗി എന്നുള്ള ഒരു പരിഗണനയിൽ വരത്തക്ക രീതിയിലുള്ള ചികിത്സ അദ്ദേഹത്തിന് ഇതുവരെ കിട്ടിയിട്ടില്ല. അതിൻ്റെ ആവശ്യമുള്ളതായിട്ട് ഇപ്പോഴും പരിശോധനയിൽ വ്യക്തമായിട്ടില്ല. കുറ്റബോധമൊന്നും ആൾക്ക് പ്രതിക്കുള്ളതായിട്ട് നമുക്ക് മനസ്സിലായിട്ടില്ല. വളരെ കാഷ്വലായിട്ട് പ്രതി ഇതിനോട് പ്രതികരിക്കുന്നത്. അപ്പോൾ നമ്മൾ പരമാവധി വേഗതയിലാണ് നമ്മൾ അന്വേഷണം പൂർത്തിയാക്കാൻ ഉദ്ദേശിക്കുന്നത്. പ്രധാനമായിട്ടും ഇപ്പോൾ പ്രതിയുടെ ഈ ചികിത്സയിലുള്ള ജിതിൻ്റെ മൊഴി രേഖപ്പെടുത്തുക എന്നുള്ളതാണ്. ആ മൊഴി രേഖപ്പെടുത്തുകയും അയാളുടെ ട്രീറ്റ്മെൻറ്റിൻ്റെ സർട്ടിഫിക്കറ്റുകളും കിട്ടിക്കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ കുറ്റപത്രം കൊടുക്കും. ഏകദേശം ഒരു 50%, 60% അന്വേഷണം ഇപ്പം പൂർത്തിയാക്കിയിട്ടുണ്ട്. ഈ പ്രതി